എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ ഭാഗ്യസു യോഗം, അതുപോലെ തന്നെ കാലസർപ്പ ദോഷം, അതുപോലെ തന്നെ ദശ അപഹാര കാലം, ഇങ്ങനെ ഉള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അത് പറയുന്നത്, എന്നാൽ വളരെയധികം സ്പീഡിലുമാണ് ഈ വീഡിയോ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിങ്ങൻ രാശിയിൽ ചൊവ്വയും കേതുവും കൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴവും ബുധനും കൂടെ മിഥുനൻ രാശിയിൽ, ഇടവത്തിൽ ആദിത്യൻ, മേടത്തിൽ ശുക്രൻ, മീനത്തിൽ ശനി, കുംഭത്തിൽ രാഹു, ഇങ്ങനെയാണ് നമ്മുടെ ജാതകപ്രകാരം ഗ്രഹസ്ഥിതിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു ജാതകം, നിങ്ങളുടെ ജാതകം എങ്ങനെയാണ് അത് പരിശോധിക്കുന്നതെന്നും അത് പരിശോധിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഫലസിദ്ധി പറയുന്നത് എന്നും കൂടി ചേർത്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പൂർണ്ണ ഗ്രഹസ്ഥിതി, ഇന്നത്തെ ഒരു ഗ്രഹസ്ഥിതിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ജാതകം ഉണ്ടല്ലോ, ആ ജാതകം എടുത്ത് നിങ്ങളുടെ കുട്ടിയുടെ ആകാം, ഭർത്താവിൻ്റെ ആകാം, നിങ്ങളുടെ സ്വന്തം ആകാം, മകളുടെ ആകാം, മരുമകൻ്റെ ആകാം, അങ്ങനെ ആരുടെ വേണമെങ്കിലും ജാതകം നിങ്ങളുടെ കയ്യിലുണ്ടാകാം. ഇത് ഒന്ന് എടുക്കുക. ജാതകം എന്ന് പറഞ്ഞാൽ ഒരു ഫയലല്ല, നമ്മുടെ ഈ കോളം മാത്രത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്ന ജാതകത്തിലെ ഗ്രഹസ്ഥിതി. 12 കളം വരച്ചിട്ടുള്ള നിങ്ങളുടെ ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതും നോക്കിയാൽ ഞാൻ ഈ പറയുന്നതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ക്ഷമയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്ഥിതിയോടുകൂടി ഇരുന്ന് കേൾക്കുക. അപ്പോൾ ഇന്ന് ഞാൻ മറ്റു ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് മഹാലക്ഷ്മി യോഗത്തെക്കുറിച്ചും മഹാഭാഗ്യയോഗത്തെക്കുറിച്ചും രാജയോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് അഖണ്ഡ സാമ്രാജ്യമായിട്ടുള്ള യോഗഫലങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിപ്പം ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി, അതായത് ഈ വരുന്ന മിഥുനമാസം 1-ാം തീയതിയോട് കൂടിയും അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ സഞ്ചാരസ്ഥിതി അനുസരിച്ചും ഈ ജാതകപരമായിട്ട് വരുന്ന ഗുണഫലങ്ങളെക്കുറിച്ചും നമ്മളൊരു വീഡിയോ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്തരായന ദിശയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വ്യാഴം, അതുപോലെ തന്നെ ആദിത്യൻ, ശുക്രൻ, ശനി, രാഹു ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ചന്ദ്രൻ ഇങ്ങോട്ട് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാലസർപ്പ ദോഷം അല്ലെങ്കിൽ കാലസർപ്പത്തിലാണ് ഗ്രഹസ്ഥിതി നിൽക്കുന്നത്. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ല. അതായത് രാഹുവിനെയും കേതുവിനും ഉള്ളിലായിട്ട് മറ്റ് ഗ്രഹങ്ങൾ വരുന്ന ഒരു അവസരത്തെയാണ് കാലസർപ്പം എന്ന് പറയുന്നത്. കാലസർപ്പദോഷം എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്നും കൂടി വിശദീകരിച്ച് തരാം. രാഹുകേതുക്കൾ ഇങ്ങനെ 180 ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ ഗ്രഹങ്ങളും വരുന്നതിനെയാണ് കാലസർപ്പദോഷം എന്ന് പറയും. അത് ചിലർ കാളസർപ്പദോഷം എന്ന് പറയും. യഥാർത്ഥത്തിൽ കാലസർപ്പദോഷം എന്നാണ് ഇതിനെ പറയുന്നത്. ആ സമയത്ത് ജനിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ കാലസർപ്പ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ചന്ദ്രൻ പുറത്ത് കടന്നിട്ടുണ്ട്. വേറെ ഗ്രഹങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്, കാലസർപ്പത്തിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ മനസ്സിലാക്കുക, രാഹു ഇവിടെ, കേതു ഇവിടെ, അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇത്രയും ഭാഗങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളെ നിൽക്കുന്നതിനെയാണ് കാലസർപ്പ എന്ന് സമയത്ത് ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ അല്ല, അത് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമല്ല, അപൂർവം ചുരുക്ക സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ്. 10 വർഷം 12 വർഷം കൂടി ഇരിക്കുമ്പോൾ സഞ്ചരിക്കുന്നതിനെയാണ് കാലസർപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം പെട്ടെന്ന് പറയാം. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഏണിയും പാമ്പും കളി പോലെ ആയിരിക്കും. നമ്മളൊന്ന് ഉയരാൻ ശ്രമിക്കും, പാമ്പിൻ്റെ വായിൽ കൂടെ നേരെ താഴെ വരിക, വീണ്ടും നമ്മൾ പതുക്കെ പതുക്കെ മേളിൽ ചെല്ലുക, വീണ്ടും താഴെ വരിക. അതാണ് കാലസർപ്പം എന്ന് പറയുന്നത്. അതിന് ജീവിതകാലം മുഴുവൻ ഒരു പരിഹാരം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലർ പറയാറുണ്ട് കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്താൽ മതി, മാറും എന്ന് പറഞ്ഞു വിടാറുണ്ട്. അത് നിങ്ങളെ തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാനും നിങ്ങളെ ഒന്ന് മനസ്സമാധാനപ്പെടുത്താനും വേണ്ടി ജ്യോതിഷന്മാർ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് സ്ഥിരമായിട്ട് നാഗപൂജ ചെയ്താൽ മാത്രമേ നമുക്ക് പരിഹാരമാകത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുർ ദശാകാലത്തായിരിക്കും ജനിക്കുന്നത്. അശ്വതി മകം മൂലം, അത് ഞാൻ എഴുതുന്നുണ്ട്. അശ്വതി മകം മൂലം ഇത്രയും നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുർ ദശാകാലത്തായിരിക്കും. ആദ്യം നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ വീഡിയോ എന്നല്ല ആരുടെ വീഡിയോ കണ്ടിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അശ്വതി മകം മൂലം കേതുർ ദശാകാലത്താണ് ജനിക്കുന്നത്. അത് 3 വയസ്സ് വരെ ഉദ്ദേശം കേതുർ ദശാകാലം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 20 വർഷം ശുക്രദശാകാലമാണ്. 23 വയസ്സ് വരെ ശുക്രനായിരിക്കും ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക്. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ആദിത്യ ദശാകാലമാണ്. 6 വർഷം 29 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ചന്ദ്രദശാകാലമാണ്. 10 വർഷം 39 വയസ്സ് വരെ.
അത് കഴിഞ്ഞാൽ ചൊവ്വ ദശാകാലമാണ് 7 വർഷം 46 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ രാഹുർ ദശാകാലമാണ് 18 വർഷം 8 6 14 64 വയസ്സ് വരെ. രാഹുർ കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശയാണ്, അത് 80 വയസ്സ് വരെ ആയിരിക്കും വ്യാഴമുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇട്ടപ്പോൾ ഒരുപാട് പേര് പ്രായമുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, തിരുമേനി ബാക്കിയുള്ള അന്ന് 46 വയസ്സ് വരെ രാഹുവിൻ്റെ പറഞ്ഞുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞില്ല, ഞാൻ 70 വയസ്സുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇത് വിശദമായിട്ട് ഇത്രയും പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. അശ്വതി മകം മൂലം നക്ഷത്രക്കാർ 23 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ശുക്രദശാകാലമായിരിക്കും. അതുപോലെ തന്നെ 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ആദിത്യ ദശാകാലമായിരിക്കും. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ചൊവ്വ ദശാകാലമായിരിക്കും. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ചൊവ്വ ദശാകാലം. 46 വയസ്സ് മുതൽ 18 വർഷം 64 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെ നിങ്ങൾക്ക് വ്യാഴ ദശാകാലമായിരിക്കും. 80 വയസ്സിന് മേളിൽ ഞാനിത് പറയേണ്ട ഒരു കാരണവശാലും ഈ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടും മനസ്സിലാക്കാം. അതുകൊണ്ട് രാഹുർ അത് കഴിഞ്ഞാലും പിന്നെയും പറയാം. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനി ദശാകാലമാണ് അവർക്ക് 99 വയസ്സ് വരെ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ അശ്വതി മകം മൂലം നക്ഷത്രക്കാർ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ആളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പം ഇത്രയും കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരാവുന്നതാണ്. അശ്വതി മകം മൂലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണി പൂരം പൂരാടമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഭരണി പൂരം പൂരാടം. ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർ എഴുതി വെക്കുക. നിങ്ങൾ ജനിക്കുന്നത് ശുക്രദശാകാലത്തായിരിക്കും. ഒരു കാരണവശാലും മാറ്റം വരുന്നില്ല. അശ്വതി മകം മൂലം നക്ഷത്രക്കാർ കേതുർദശാകാലത്തും ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർ ശുക്രദശയിലുമായിരിക്കും ജനിക്കുന്നത്. നിങ്ങൾക്ക് 20 വർഷമാണ് ശുക്രദശാകാലം. പക്ഷേ അതിൽ നിങ്ങൾക്ക് ശിഷ്ടദശയായിട്ടേ കിട്ടത്തുള്ളൂ. അത് ഏകദേശം നമുക്കൊരു 10 വയസ്സ് വരെ നിങ്ങൾക്ക് ശുക്രദശാകാലം എന്ന് കണക്ക് കൂട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യ ദശാകാലമാണ്. 16 വയസ്സ് വരെ നിങ്ങൾക്ക് ആദിത്യ ദശാകാലം. ഭരണി പൂരം പൂരാടത്തിലുള്ള പ്രായമുള്ളവർ മുതൽ കൊച്ചുകുട്ടികളുടെ അമ്മ വരെയുള്ള ആൾക്കാർ ഇത് എഴുതി വെക്കുക. ഇത് ദശാകാലം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹനിലയിൽ ശിഷ്ടദശാകാലം എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിനോടുകൂടി അത് കഴിഞ്ഞ് ഈ 6 എന്നുള്ള കൂട്ടിയാൽ മതി. ചിലരുടെ ജാതകത്തിൽ ഇത് ചിലപ്പം 5 വയസ്സ് വരെ എന്ന് കാണത്തുള്ളൂ ശിഷ്ട. അപ്പം അത് നമ്മൾ കൃത്യമായി നിങ്ങളുടെ ജാതകം വഴി നോക്കി മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ചിലർക്ക് 12 വർഷം കാണും, ചിലർക്ക് 15 വർഷം വരെ ശുക്രദശ എന്ന് കാണും. അപ്പോൾ 15 + 6 കൂട്ടിയാൽ മതി. 18 വയസ്സ് വരെ ശുക്രദശ ഉണ്ട്. നിങ്ങളുടെ ശിഷ്ടദശാകാലം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 18 കൂടി 6 കൂട്ടിയാൽ മതി. അപ്പോൾ 18 6 24 വയസ്സ് വരെ ഇപ്പം നിങ്ങൾക്ക് ശുക്രനുണ്ട്. അപ്പം നമ്മളിത് കോമൺ ആയിട്ട് എല്ലാവരുടെയും കാര്യം പറഞ്ഞു വരുമ്പോൾ ഏകദേശ കണക്ക് പറയുമ്പോൾ 10 വയസ്സ് 16 വയസ്സ് വരെ ആദിത്യ ദശാകാലം ആദിത്യൻ, 16 തൊട്ട് 26 വയസ്സ് വരെ ചന്ദ്രദശാകാലം, 26 7 33 വയസ്സ് വരെ ചൊവ്വ ദശാകാലം, 51 വയസ്സ് വരെ രാഹുർ ദശാകാലം, 77 വയസ്സ് വരെ വ്യാഴദശാകാലം, പിന്നെ 19 വർഷം ശനിയാണ്, ഏകദേശം 96 വയസ്സ് വരെ. അപ്പോൾ ഭരണി പൂരം പൂരാട ഉള്ളവർ നിങ്ങൾക്ക് ജാതകപ്രകാരം നിങ്ങളുടെ ദശാകാലം അറിയാൻ വയ്യെങ്കിൽ ഒന്നുകൂടി ഈ പറയുന്ന ചാർട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും. നിങ്ങൾക്ക് 16 വയസ്സ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദിത്യ ദശാകാലക്കാരനായിരിക്കും. 16 തൊട്ട് 26 വയസ്സിനകത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രദശാകാലം, 26 തൊട്ട് 33 വയസ്സിനകം വരെയുള്ള ആൾക്ക് ചൊവ്വ ദശാകാലം, 33 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെയുള്ളവർക്ക് രാഹുർ ദശാകാലം, 51 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് വ്യാഴ ദശാകാലം, അത് കഴിഞ്ഞ് 96 വയസ്സ് വരെയുള്ളവർക്ക് ശനി ദശാകാലം. ഇതിൽ നിങ്ങളുടെ ദശാകാലം ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹസ്ഥിതിയിൽ ഇവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അടുത്തതായിട്ട് നമ്മൾ ഇത് മായ്ച്ച ഉടൻ തന്നെ പറയാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് തീരുന്ന കാര്യമാണ്. അടുത്തതായിട്ട് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരാണ് എഴുതി വെക്കേണ്ടത്. കാർത്തിക ഉത്രം ഉത്രാടം ഇത്രയും പേര് 3 നക്ഷത്രക്കാർ ഈ പറയുന്ന എഴുതി വെക്കുക. അശ്വതി മകം മൂലം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഭരണി പൂരം പൂരാടം പറഞ്ഞു. കാർത്തിക ഉത്രാടം നക്ഷത്രക്കാർ എഴുതി വെക്കണം. നിങ്ങൾ ജനിക്കുന്നത് ആദിത്യ ദശാകാലത്താണ്, സൂര്യൻ്റെ ദശാകാലത്താണ് ജനിക്കുന്നത്. നിങ്ങൾക്ക് 3 വയസ്സ് വരെ ആദിത്യ ദശാകാലം ഉണ്ട് എന്ന് കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ 13 വയസ്സ് വരെ നിങ്ങൾക്ക് ചന്ദ്രദശാകാലമായിരിക്കും. നിങ്ങൾ എഴുതി വെക്കുക. 13 തൊട്ട് 20 വയസ്സ് വരെ ചൊവ്വ ദശാകാലമായിരിക്കും. 20 വയസ്സ് മുതൽ 18 വർഷം 38 വയസ്സ് വരെ രാഹുർ ദശാകാലമായിരിക്കും. 38 വയസ്സ് മുതൽ
16 വർഷം വ്യാഴമായിരിക്കും, ഏകദേശം 54 വയസ്സ് വരെ. ഇപ്പോൾ വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് നിങ്ങൾക്ക് 19 വയസ്സ്. 54 73 വയസ്സ് വരെ നിങ്ങൾക്ക് ശനിയായിരിക്കും. ശനി കഴിഞ്ഞാൽ പിന്നെ 90 വയസ്സ് വരെ ബുധനായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, ഈ വയസ്സിനിടയ്ക്കുള്ളവർ, ഈ കാണുന്ന വീഡിയോ കാണുന്നവർ 13 വയസ്സ് വരെ നിങ്ങൾക്ക് ചന്ദ്രദശാകാലം, കാർത്തിക ഉത്തര ഉത്രാട നക്ഷത്രക്കാരിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് 13 വയസ്സ് വരെ നിങ്ങൾക്ക് ചന്ദ്രദശാകാലമായിരിക്കുമെന്നും 13നും 20നും മധ്യമുള്ളവർക്ക് ചൊവ്വാദശാകാലമായിരിക്കുമെന്നും 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള നിങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രാഹുവിൻ്റെ ദശാകാലമായിരിക്കുമെന്നും 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യാഴദശാകാലമായിരിക്കുമെന്നും 54 മുതൽ 73 വയസ്സ് വരെയുള്ള ഒരാളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ശനി ദശാകാലമായിരിക്കുമെന്നും അത് കഴിഞ്ഞ് 90 വയസ്സ് വരെ നിങ്ങൾക്ക് ശനി ദശാകാലമായിരിക്കുമെന്നും നിങ്ങൾ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. രോഹിണി, അത്തം, തിരുവോണം നിങ്ങൾ ജനിക്കുന്നത് ചന്ദ്രദശാകാലത്തായിരിക്കും. അപ്പം നിങ്ങൾക്ക് 5 വയസ്സ് വരെ ചന്ദ്രദശാകാലം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 12 വയസ്സ് വരെ ചൊവ്വാദശാകാലമായിരിക്കും. അത് കഴിഞ്ഞാൽ 30 വയസ്സ് വരെ രാഹു ദശാകാലമായിരിക്കും. അത് കഴിഞ്ഞ് 46 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. 65 വയസ്സ് വരെ ശനിയായിരിക്കും. 65 വയസ്സ് മുതൽ 17, 7, 5, 12, 82 വയസ്സ് വരെ ബുധനായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ മനസ്സിലാക്കി വെക്കണം. ഞാൻ ജനിക്കുന്നത് ചന്ദ്രദശാകാലത്തായിരിക്കും. 12 വയസ്സ് വരെ ചൊവ്വ, 30 വയസ്സ് വരെ എനിക്ക് രാഹു, 12 മുതൽ 30 വയസ്സ് വരെ എനിക്ക് രാഹു, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴം, 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ എനിക്ക് ശനി ദശാകാലമായിരിക്കുമെന്ന് നിങ്ങൾ എഴുതി വെക്കുക. 65 വയസ്സ് മുതൽ 17 വർഷം 82 വയസ്സ് വരെ, 65 വയസ്സ് മുതൽ 82 വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമായിരിക്കും. ഇനി ഇത് ജാതകത്തിൽ എങ്ങനെ നിന്നാലാണ് അതിൻ്റെ ഫലസിദ്ധി വരുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതാണ് പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് മകയിരം, ചിത്തിര, അവിട്ടം. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർ ജനിക്കുന്നത് നിങ്ങൾ ചൊവ്വാദശയിലായിരിക്കും ജനിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3 ചൊവ്വാദശാകാലത്തായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ചൊവ്വാദശ 7 വർഷമാണ്. അത് നിങ്ങൾക്ക് ഒരു 3.5 വയസ്സ് വരെ ചൊവ്വാദശാകാലം എന്ന് കണക്കൂട്ടിയാൽ ചൊവ്വാദശ 3.5 വർഷം. രാഹുർദശ 21 വയസ്സ് വരെ നിങ്ങൾക്ക് 21.5 വയസ്സ് വരെ നിങ്ങൾക്ക് രാഹുർദശാകാലമായിരിക്കും. 21 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെ നിങ്ങൾക്ക് വ്യാഴമായിരിക്കും. 37 മുതൽ 19 വർഷം ശനിയായിരിക്കും. 56 വയസ്സ് വരെ 56.5 വയസ്സ് വരെ ശനിയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധനായിരിക്കും. അപ്പോൾ 73 വയസ്സ് വരെ ബുധനായിരിക്കും. ബുധൻ കഴിഞ്ഞാൽ പിന്നെ കേതുവാണ്. 80 വയസ്സ് വരെ 80.5 വയസ്സ് വരെ കേതുവാണ്. അത് കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ശുക്രനാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഒന്നുകൂടി അത് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മകേരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്ക് 3.5 വയസ്സ് മുതൽ 21.5 വയസ്സ് വരെ രാഹു, 21.5 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെ വ്യാഴം, 37.5 വയസ്സ് മുതൽ 56.5 വയസ്സ് വരെ നിങ്ങൾക്ക് ശനി, 56.5 വയസ്സ് മുതൽ 73.5 വയസ്സ് വരെ ബുധൻ, 73 വയസ്സ് തൊട്ട് 80 വരെ 80.5 വയസ്സ് വരെ കേതു. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാർ. തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാരായിട്ടുള്ള നിങ്ങൾ ജനിക്കുന്നത് രാഹുർദശായ കാലത്താണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ രാഹു 18 വർഷമുള്ളതിൽ 9 വർഷം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ രാഹുർ കഴിഞ്ഞാൽ പിന്നെ 25 വയസ്സ് വരെ 9, 6, 15, 25 വയസ്സ് വരെ വ്യാഴമായിരിക്കും. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ശനിയായിരിക്കും. അത് കഴിഞ്ഞാൽ 61 വയസ്സ് വരെ ബുധനായിരിക്കും. 68 വയസ്സ് വരെ കേതുവായിരിക്കും. 68 വയസ്സ് മുതൽ 88 വയസ്സ് വരെ നിങ്ങൾക്ക് ശുക്രനായിരിക്കും. തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാർ എഴുതി വെക്കണം. നിങ്ങൾക്ക് 68 വയസ്സ് കഴിഞ്ഞൊക്കെ ശുക്രനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ശുക്രനല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം.
അപ്പോൾ തിരുവാതിര ചോദ്യം ചതയം നക്ഷത്രക്കാരുടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തായിട്ട് എഴുതി വെക്കണം പുണർദം വിശാഖം പൂരുരുട്ടാതി. പുണർദം വിശാഖം പൂരുരുട്ടാതി നിങ്ങൾ ജനിക്കുന്നത് തന്നെ വ്യാഴദശയിലായിരിക്കും. ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഈ നക്ഷത്രക്കാർ. പുണർദം വിശാഖം പൂരുരുട്ടാതി വ്യാഴദശയിലാണ് നിങ്ങൾ ജനിക്കുന്നത്. വ്യാഴം 16 ഉള്ളതിൽ 8 നിങ്ങൾക്ക് കിട്ടിയാൽ വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത്, നിങ്ങളുടെ യൗവനം പോകുന്നത്. 27 വയസ്സ് വരെ നിങ്ങൾക്ക് ശനിയായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത യൗവനകാലം നിങ്ങൾക്ക് ബുധനായിരിക്കും. 44 വയസ്സ് വരെ. 44 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണം. കൊച്ചു ആൾക്കാരാണ് കാണുന്നവർ. 20 വയസ്സൊക്കെ, 22 വയസ്സ്, 25 വയസ്സിനൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ 44 വയസ്സിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും സേവ് ചെയ്യാനോ സമ്പാദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ ദോഷം, കേതുവിൻ്റെ ദോഷം വരും. അത് 51 വയസ്സ് വരെയാണ് കേതുവിൻ്റെ കാലം വരുന്നത്. അത് കഴിഞ്ഞാൽ 51 വയസ്സ് മുതൽ 71 വയസ്സ് വരെ പിന്നെ നിങ്ങൾക്ക് ശുക്രനായിരിക്കും. 77 വയസ്സ് വരെ ആദിത്യനായിരിക്കും. 87 വയസ്സ് വരെ നിങ്ങൾക്ക് ചന്ദ്രദശാകാലമായിരിക്കും. അപ്പം നിങ്ങൾ ആ വയസ്സ് കണക്ക് കൂട്ടി പുണർദം വിശാഖം പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇത് എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെ നിങ്ങൾക്ക് ശനി, 27 തൊട്ട് 44 വയസ്സ് വരെ ബുധൻ, 44 വയസ്സ് തൊട്ട് 51 വയസ്സ് വരെ കേതു, 71 വയസ്സ് വരെ ശുക്രൻ, 51 തൊട്ട് 71 വയസ്സ് വരെ ശുക്രൻ, 77 വയസ്സ് വരെ പിന്നെ നിങ്ങൾക്ക് ആദിത്യൻ, 87 വയസ്സ് വരെ ചന്ദ്രദശാകാലമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ എഴുതുന്നത് പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചാണ് എഴുതുന്നത്. പൂയം അനിഴം ഉത്രട്ടാതി നിങ്ങൾ ജനിക്കുന്നത് ശനി ദശയിലായിരിക്കും. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ശനി ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പൂയം അനിഴം ഉത്രട്ടാതികാർക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ശനിയായിരിക്കും ദോഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശനിപ്രീതിയാണ് പ്രധാനമായിട്ട് വരുത്തേണ്ടത് ദശാനാഥനായിട്ട്. ശനി കഴിഞ്ഞാൽ പിന്നെ 17, 9, 26 വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും. ഇവർക്കൊരു ഭാഗ്യമുണ്ട്. അത് കഴിഞ്ഞാൽ 33 വയസ്സ് വരെ കേതുവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. 53 വയസ്സ് വരെ ഇവർക്ക് ശുക്രനെ കിട്ടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ. പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 9 വയസ്സ് വരെ ശനി, 17, 9ഉം 17ഉം ബുധൻ്റെ ദശ, 26 വയസ്സ് വരെ ബുധൻ, 33 വയസ്സ് വരെ കേതു, 53 വയസ്സ് വരെ ശുക്രൻ, പിന്നെ 59 വയസ്സ് വരെ ആദിത്യൻ, 59 തൊട്ട് 69 വയസ്സ് വരെ ചന്ദ്രദശാകാലം. അത് കഴിഞ്ഞാൽ 69, 7, 9, 7, 16, 76 വയസ്സ് വരെ ചൊവ്വ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള 17 വർഷം, 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ നിങ്ങൾക്ക് ബുധൻ്റെ ദശാകാലം, 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ കേതുർ ദശാകാലം, 33 വയസ്സ് മുതൽ 20 വർഷം 53 വയസ്സ് വരെ ശുക്രദശാകാലം, 53 തൊട്ട് 59 വരെ ആദിത്യ ദശാകാലം, 59 തൊട്ട് 69 വരെ ചന്ദ്രദശാകാലം, 69 മുതൽ 76 വയസ്സ് വരെ നിങ്ങൾക്ക് ചൊവ്വ ദശാകാലം എന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് ലാസ്റ്റ് ആയില്യം, തൃക്കേട്ട, രേവതി. ആയില്യം, തൃക്കേട്ട, രേവതി നിങ്ങൾ ജനിക്കുന്നത് തന്നെ ബുധൻ്റെ ദശയിലായിരിക്കും. നിങ്ങൾക്ക് 8.5 വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമായിരിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ 15.5 വയസ്സ് വരെ നിങ്ങൾക്ക് കേതുവായിരിക്കും. ഏറ്റവും ഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് നിങ്ങൾ. 35 വയസ്സ് വരെ, 35.5 വയസ്സ് വരെ നിങ്ങൾക്ക് ശുക്രനെ കിട്ടും. നിങ്ങളുടെ യൗവനകാലം, നിങ്ങൾക്ക് കൗമാരപ്രായം തൊട്ട് നിങ്ങൾ ഏകദേശം 35.5 വയസ്സ് വരെ നിങ്ങൾക്ക് ശുക്രനെ കിട്ടുന്ന ഒരാൾക്കാരാണ്. നിങ്ങൾക്ക് എത്രത്തോളം ബുധൻ കൂടുതലുണ്ടോ അതിനെ ആസ്പദമാക്കിയിരിക്കും നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥിതി വരുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. 35.5 വയസ്സ് വരെ ശുക്രൻ. അത് കഴിഞ്ഞാൽ ആദിത്യൻ 6, 41 വയസ്സ് വരെ ആദിത്യൻ, 51 വയസ്സ് വരെ നിങ്ങൾക്ക് ചന്ദ്രൻ, ചൊവ്വ 56 വയസ്സ് വരെ ചൊവ്വ, രാഹു 8, 6, 14, 74 വയസ്സ് വരെ നിങ്ങൾക്ക് രാഹു. അത് കഴിഞ്ഞാൽ രാഹു കഴിഞ്ഞാൽ പിന്നെ വ്യാഴം 90 വയസ്സ് വരെ വ്യാഴം, 76, 8, 90 വയസ്സ് വരെ. അപ്പോൾ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർ നിങ്ങൾ ജനിക്കുന്നത് മുതൽ 15.5 വയസ്സ് വരെ കേതുവാണെന്നും
15 തൊട്ട് 35 വയസ്സ് വരെ ശുക്രനാണെന്നും 35 തൊട്ട് 41 വയസ്സ് വരെ നിങ്ങൾക്ക് ആ ചന്ദ്രദശാകാലമാണെന്നും 35-6-41 വയസ്സ് വരെ ആദിത്യ ദശാകാലം. 8.5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ 8.5 വയസ്സ് വരെ നമുക്ക് ബുധൻ്റെ ദശാകാലം. ബുധൻ 8.5 തൊട്ട് 15 വയസ്സ് വരെ കേതു, 15 തൊട്ട് 35 വരെ ശുക്രൻ, 35 മുതൽ 41 വരെ ആദിത്യൻ, 41 മുതൽ 51 വരെ ചന്ദ്രൻ, 51 മുതൽ 56 വരെ ചൊവ്വ, 56 മുതൽ 74 വരെ നിങ്ങൾക്ക് രാഹു. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് വ്യാഴദശാകാലം. വ്യാഴദശാകാലം കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത നക്ഷത്രക്കാരാണ് നമ്മളീ പറയുന്ന ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ശിഷ്ടദശാകാലം എങ്ങനെയാണ് കണക്കുകൂട്ടുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ജാതകത്തിൽ നമ്മളിപ്പോൾ ഒരു ഗ്രഹസ്ഥിതി എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഒരു ചാർട്ടാണ്, ലെറ്റർ പാടാണ്. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരുടെ ജാതകം എഴുതിയിട്ട് അവിടെ ശിഷ്ടദശാകാലം എന്ന് പറയും ഏറ്റവും താഴെ കാണും. ഏറ്റവും താഴെ നമ്മൾ ശിഷ്ടദശ, ഇപ്പം നിങ്ങൾ പൂയം നക്ഷത്രക്കാരൻ്റെ ഒരു ജാതകമായത്. പൂയം ഇയാളുടെ ജാതക പ്രകാരം ഇയാൾക്ക് 16/6/25 എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് 16.5 വയസ്സ് 16.5 വരെ നമുക്ക് ഇപ്പം ഒരു നക്ഷത്ര ഉദാഹരണം പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജാതകം കയ്യിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് ശിഷ്ടദശാകാലം അതിനകത്ത് താഴെ കാണും. ശിഷ്ടദശാകാലം അതെങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വതി, ഭരണി, അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേതുദശയിലാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശിഷ്ടദശാകാലം ഏതാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ശിഷ്ടം കഴിഞ്ഞ് പിന്നെ കൂട്ടിയ സംഖ്യ ഉണ്ടല്ലോ. ഇപ്പം 15, ഇപ്പം ഈ പറഞ്ഞ ആളിന് നമ്മൾ 16/6/25 എന്നാണ് കൂട്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ശനി ദശയിലാണ് ജനിച്ചിരിക്കുന്നത്. പൂയ നക്ഷത്രക്കാരനാണ്. ശനി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് ബുധൻ്റെ ദശാകാലമാണ്. അത് 17 വർഷമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം 7-6-13 ഇഷ്ടം 33.5 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ബുധൻ്റെ ദശാകാലം കിട്ടും. 33/6/25. 6 എന്ന് വെച്ചാൽ 6 മാസം 25 ദിവസം. ബുധൻ കഴിഞ്ഞാൽ പിന്നെ കേതുവാണ്. 40 വയസ്സ് വരെ കേതു, 60 വയസ്സ് വരെ ശുക്രൻ. ഇങ്ങനെ പോകും. ദശാകാലം കൂട്ടുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ശിഷ്ടദശാകാലത്തോടു കൂടി ആദ്യം ഞാൻ പറഞ്ഞത് മുതലുള്ള രണ്ടാമത്തെ പാർട്ട് കൂട്ടണം. ആദ്യത്തെ പാർട്ട് കൂട്ടരുത്. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞുള്ള ശിഷ്ടദശാകാലം കഴിഞ്ഞ് വരുന്ന ദശാകാലം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഏത് ദശാകാലമാണ് എന്ന് അറിയാൻ പറ്റും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഒരു ജാതകം എടുത്തതിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ജാതകമാണ് ഇത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹസ്ഥിതി എങ്ങനെയും ഇരുന്നോട്ടെ, അത് വിഷയമല്ല. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇപ്പോൾ 1,00,000 പേര് ഇത് കണ്ടാൽ 1,00,000 പേരുടെയും ജാതകമാണ് എന്നങ്ങ് കരുതണം. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് മാ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ 1-ാം ഭാവമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. 1 എന്നിവിടെ അടയാളപ്പെടുത്തണം. മാ. ഇത് ലഗ്നം. മാ എന്നുള്ളത് മാന്തി, ഗുളികൻ. ഉദാഹരണം നിങ്ങളുടെ ജാതകപ്രകാരം ഇവിടെ വേറെ ഒന്നുമില്ലെങ്കിൽ പോലും വേറെ മാത്രമേ ഉള്ളൂ എങ്കിൽ ലഗ്നം മാത്രം എഴുതിയപ്പെടുക. 1 എന്നും അടയാളപ്പെടുത്തുക. അതിൻ്റെ കൂടെ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ലഗ്നം വ്യാഴം. ലഗ്നത്തിൻ്റെ കൂടെ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ലഗ്നം ചന്ദ്രൻ. ലഗ്നത്തിൻ്റെ കൂടെ ബുധൻ, അങ്ങനെ എല്ലാ ഗ്രഹവും ഇപ്പോൾ ഉണ്ടെങ്കിൽ ലഗ്നത്തിലൂടെ അത്രയും ഗ്രഹം ഉണ്ടെന്ന് എഴുതി വെക്കുക. അത് 1 എന്ന് എഴുതി വെക്കുക. ഇതാണ് നമ്മുടെ ദേഹസ്ഥാനം. അതായത് ദേഹം, അതുപോലെ തന്നെ മനസ്സ്, യശസ്, നമ്മുടെ ആയുസ്, ആരോഗ്യം പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, നമ്മളെക്കുറിച്ചുള്ള 12 ഭാവങ്ങളെ ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെ വരുന്നു അതിനെ എന്നുള്ളതിൻ്റെ കൂടെ എന്ന് കണ്ടാൽ അതിൻ്റെ കൂടെ ലഗ്നം എന്നും കൂടെ എഴുതി വെക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ മാ എന്ന് പറഞ്ഞൊരു അക്ഷരമാണ് എഴുതിയിരിക്കുന്നത്. മാന്തി. അതായത് അതിൻ്റെ ചുരുക്കപ്പേര് ഗുളികൻ. ഗുളികൻ്റെ ചുരുക്കെഴുത്താണ് മാന്തി. ഇത് 1-ാം ഭാവം എന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ 2-ാം ഭാവം ധനസ്ഥാനമാണ്. ഇതാണ് ധനസ്ഥാനം, ധനം. തിരിച്ച് നിങ്ങളുടെ ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ധനസ്ഥാനം ഇവിടെ ആയിരിക്കും. ഇനി ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നെങ്കിൽ 2-ാം ഭാവമായിരിക്കും നിങ്ങളുടെ ധനസ്ഥാനം. ഇനി ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നെങ്കിൽ ഇവിടെയാണ് നിങ്ങളുടെ ധനസ്ഥാനം. അപ്പോൾ ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് അറിയാനൊക്കത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഇവിടെ ലഗ്നം വന്നതുകൊണ്ട് നിങ്ങളുടെ 2-ാം ഭാവമാണ് നിങ്ങളുടെ ധനസ്ഥാനം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ചന്ദ്രനാണ് നിൽക്കുന്നത്. അപ്പോൾ 1-ൽ ഗുളികൻ,
ലഗ്നം ഗുളികൻ, 2-ൽ ഈ കക്ഷിക്ക് ചന്ദ്രൻ. അപ്പം ധനസ്ഥാനത്ത് നിൽക്കുന്നത് അടുത്തതായിട്ട് ചന്ദ്രൻ എന്ന് നോട്ട് ചെയ്തു. 3-ാം ഭാവം അടുത്ത ഇവിടാണ് 3. ഇത് കുടുംബം, നമ്മുടെ കുടുംബ വീട്, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം. ഇവിടെ ഈ ജാതകക്കാരന് ഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ അധിപൻ വ്യാഴമാണ്. അടുത്തതായിട്ട് നമ്മൾ 4 ഗൃഹം വാഹനം, 4-ാം ഭാവം. 1, 2, 3, 4-ാം ഭാവം അയാളുടെ ഈ ജാതകക്കാരൻ്റെ ഗൃഹം വാഹനം. അപ്പോൾ ഇവിടെ ഒന്നും ഗ്രഹം ഇല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അധിപൻ ശനിയാണ്. ശനി വന്നിട്ട് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് ഇദ്ദേഹത്തിൻ്റെ 1, 2, 3, 4, 5-ാം ഭാവം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സന്താനം, മനസ്സ്, മക്കൾ, അതുപോലെ തന്നെ മനസ്സ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ രാഹുവാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുന്നു: 1-ാം ഭാവത്തിൽ നിങ്ങൾക്ക് ഗുളികൻ, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ, 3-ലൊന്നുമില്ല, 4-ൽ ഗ്രഹമൊന്നുമില്ല, 5-ാം ഭാവത്തിൽ നിങ്ങൾ എഴുതി വെക്കുന്നു എനിക്ക് അവിടെ രാഹുവുണ്ട്. എൻ്റെ മനസ്ഥാനത്തും എൻ്റെ സന്താനസ്ഥാനത്തുമായിട്ട് രാഹു നിൽപ്പുണ്ട്. അടുത്തതായിട്ട് ഇദ്ദേഹത്തിൻ്റെ 6-ാം ഭാവത്തിൽ ശനി, മാ എന്ന് പറഞ്ഞാൽ ശനി, 6-ൽ ശനി, 7 ഭാര്യ, 6 എന്ന് പറഞ്ഞാൽ ശത്രു രോഗം. നമ്മുടെ ശത്രുവിനെ ചിന്തിക്കുന്നതും നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തി മാത്രമായിട്ട് നമുക്ക് കൂട്ടാനൊക്കത്തില്ല, നമ്മളുടെ ദുരിതങ്ങൾ ഭാവത്തോടെ കൂട്ടണം. അപ്പം ശത്രു അതുപോലെ തന്നെ രോഗസ്ഥാനത്തെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ് 6. 7-ാം ഭാവം കൊണ്ട് സ്ത്രീക്കാണെങ്കിൽ ഭർത്താവ്, പുരുഷനാണെങ്കിൽ ഭാര്യ. അപ്പം നമ്മുടെ കളത്രസ്ഥാനം എന്ന് പറയും. അപ്പം നിങ്ങളൊരു സ്ത്രീയാകാണെങ്കിൽ നിങ്ങളുടെ ലഗ്നം മുതൽ 1, 2, 3, 4, 5, 6, 7 വരെ ഇടുമ്പോൾ ഇവിടെ ഷൂ ആണ് നിൽക്കുന്നത്, ശുക്രൻ. അപ്പം 7-ൽ ഈ കക്ഷിക്ക് ശുക്രൻ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ജാതകപ്രകാരം ഇടവം എന്ന് പറഞ്ഞാൽ അഷ്ടമസ്ഥാനമാണ്. അഷ്ടമത്തിലാണ് ഈ ജാതകപ്രകാരം. ഇത് 7-ാം ഭാവം. അഷ്ടമം കൊണ്ട് ആയുസ്സിനെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ് ആയുസ്. 8 കൊണ്ട് ആയുസ്. അവിടെ രവിയാണ് നിൽക്കുന്നത്. 8-ൽ രവി. 9-ൽ ഈ കക്ഷിയുടെ ജാതകപ്രകാരം 9-ൽ വ്യാഴം, ബുധൻ. 9 കൊണ്ട് ഭാഗ്യത്തെ ചിന്തിക്കുന്ന ഭാവമാണ്. ഇത് വൃത്തിയായിട്ട് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ ജാതകം, നിങ്ങളുടെ ഈ ഗ്രഹനില മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അടുത്തതായിട്ട് ഇദ്ദേഹത്തിൻ്റെ 10 കർമ്മം, തൊഴിൽ, കർമ്മസ്ഥാനം. അപ്പോൾ ഏത് ഇവിടെ വന്നു? ഇവിടെ വന്നു. ഇവിടെ ഗ്രഹമൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. അതായത് ചിങ്ങൻ രാശിയാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനം. ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ നിൽക്കുന്നത് നീചത്തിൽ വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇത് അടുത്തതായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇത് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അടുത്തതായിട്ട് 11 ലാഭസ്ഥാനമാണ്. ചൊവ്വയും കേതു. ചൊവ്വയും ലാഭസ്ഥാനത്ത് ആരൊക്കെയാണ് നിൽക്കുന്നത്? ചൊവ്വയും കേതുവാണ് നിൽക്കുന്നത്. നഷ്ടസ്ഥാനം 12-ാം സ്ഥാനം, നഷ്ടസ്ഥാനം. അവിടെ ആരുണ്ട്? അവിടെ ഗ്രഹമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അധിപൻ ബുധനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടോട്ടൊന്നും നോക്കേണ്ട, ഇത് മറ്റൊന്ന് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ തുലാം ലഗ്നമാണെങ്കിൽ നിങ്ങളുടെ ധനസ്ഥാനം 2, കുടുംബസ്ഥാനം, ഗൃഹസ്ഥാനം, വാഹനസ്ഥാനം, 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനസ്ഥാനം. ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ രോഗം, ശത്രുസ്ഥാനം 6-ാം ഭാവം, 7-ാം ഭാവം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സ്ത്രീയാണെങ്കിൽ ഭർത്താവ്, പുരുഷനാണെങ്കിൽ ഭാര്യ, അങ്ങനെ കണക്ക് കൂട്ടുക. 8-ാം ഭാവം ആയുസ്, 9-ാം ഭാവം കൊണ്ട് ഭാഗ്യം, 10-ാം ഭാവം കൊണ്ട് കർമ്മം, 11 കൊണ്ട് ലാഭം, 12 കൊണ്ട് നഷ്ടം. അപ്പോൾ ഇത് നിങ്ങളുടെ ജാതകമാണെന്ന് കരുതുക. ഇനി നേരെ തിരിച്ചൊന്നുകൂടി പറഞ്ഞു തരുന്ന പോലുമ്പോൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 1 എന്ന് എഴുതും. അപ്പം ലഗ്നത്തിൽ ശുക്രൻ, 2 ധനസ്ഥാനത്ത് ആര് വന്നു? ആദിത്യം വന്നു. 3-ൽ ആര് വന്നു? നിങ്ങളുടെ 3 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു കുടുംബസ്ഥാനത്ത് ആര് വന്നു? വ്യാഴം, ബുധൻ വന്നു. എത്ര പെട്ടെന്ന് മനസ്സിലാകുന്നത് മനസ്സിലായോ? ഇത് അടുത്ത ഒരു രാശികളെ കൂടെ നിങ്ങൾ ശ്രമയോടുകൂടി ഇരുന്നാൽ അടുത്ത രാശി കൂടെ പറയുമ്പോൾ ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ലഗ്നം വരുന്ന ആൾക്ക് ലഗ്നത്തിൽ ശുക്രൻ, നിങ്ങൾക്ക് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ആദിത്യൻ, കുടുംബസ്ഥാനത്ത് ബുധനും വ്യാഴവും, 4-ാം ഭാവം നിങ്ങളുടെ ഗൃഹം, വാഹനം, 5-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും, നിങ്ങളുടെ 6-ാം ഭാവം രോഗം, ശത്രുസ്ഥാനത്ത് ആരുമില്ല, നിങ്ങൾക്ക് അഷ്ടമത്തിൽ ഗുളികൻ, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് 1, 2, 3, 4, 4-ാം ഭാവം, 5-ാം ഭാവത്തിൽ നിങ്ങൾക്ക് ചൊവ്വയും കേതുവും, 6-ാം ഭാവം, 7-ാം ഭാവത്തിൽ നിങ്ങൾക്ക് ഗുളികൻ, അഷ്ടമത്തിൽ നിങ്ങൾക്ക് ചന്ദ്രൻ, അങ്ങനെ കൂട്ടുക. ഇനി നിങ്ങളുടെ ലഗ്നം ഇവിടെയാണെന്ന് കരുതുക. നിങ്ങളുടെ ലഗ്നത്തിൽ ആരുണ്ട്? അപ്പം രവിയുണ്ട്. ലഗ്നം വെച്ചാൽ ദേഹം. 2-ാം ഭാവത്തിൽ ആരുണ്ട്? ധനസ്ഥാനത്ത് ബുധനും വ്യാഴവും വന്ന്.
അതാ പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും, നിങ്ങൾ 100 പേര് കാണുന്നെങ്കിൽ, 1000 പേര് കാണുന്നെങ്കിൽ, 1,00,000 പേര് കാണുന്നെങ്കിൽ 1,00,000 പേരുടെയും ജാതകമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് ക്ഷമയോടുകൂടി ഇരുന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ധനസ്ഥാനത്ത് വ്യാഴവും ബുധനും വന്നു എഴുതി വെക്കുക. അതായത് നിങ്ങളുടെ കുടുംബസ്ഥാനം 3-ാം ഭാവം, ഇവിടെ ഈ ലഗ്നം വരുന്നവർക്ക് ഇത് 3-ാം ഭാവത്തിൽ ആര് വന്നു? അവിടെ ആരും ഇല്ല, ഇപ്പം നിലവിലില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. അവിടെ ആരും ഇല്ലാതെ വരത്തില്ല, ചന്ദ്രനുണ്ട്, അതിൻ്റെ അധിപൻ ഇവിടെ നിൽക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് നിങ്ങളുടെ 4-ാം ഭാവത്തിൽ ആര് വന്നു? ചൊവ്വയും കേതുവും വന്നു. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലഗ്നം വന്നതിൻ്റെ മുൻവശം 2-ാം ഭാവം ധനസ്ഥാനം, 3-ാം സ്ഥാനം കുടുംബസ്ഥാനം, 4-ാം ഭാവം ഗൃഹസ്ഥാനം, വാഹനസ്ഥാനം, 5-ാം ഭാവം മനസ്സ്, സന്താനം എന്ന് കണക്ക് കൂട്ടി എഴുതി വെക്കുക. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയാം. ഇനി നമുക്ക് ഇവിടെ ലഗ്നം വരുന്ന ഒരാളുടെ കൂടിയും കൂടെ പറഞ്ഞതിന് ശേഷം ആ പരിപാടി കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കെല്ലാം മനസ്സിലാക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾ ഇത് ചിങ്ങ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ ലഗ്നത്തിൽ കേതുവും ചൊവ്വയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2-ാം ഭാവത്തിൽ ആരുമില്ല എങ്കിലും ഇതിൻ്റെ അധിപൻ ബുധനാണ്. അതെവിടെ നിൽക്കുന്നു എന്ന് ആസ്പദമാക്കിയിരിക്കും നിങ്ങളുടെ ധനസ്ഥിതിയുടെ കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് നിങ്ങളുടെ 3-ാം സ്ഥാനത്ത് ലഗ്നം ഗുളികൻ, 4-ൽ ചന്ദ്രൻ. 4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒന്നുകൂടെ അത് പറയാം. 4 ലഗ്നം 1, 2, 3, 4. 4-ാം ഭാവം കുടുംബം, 4-ാം ഭാവം ഗൃഹം, വാഹനം. 5 കൊണ്ട് മനസ്സ്, സന്താനം. 6 കൊണ്ട് ശത്രു, രോഗം. 7 കൊണ്ട് നിങ്ങളുടെ 7 ഇവിടെ വരും. 1, 2, 3, 4, 5, 6, 7 വരും. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഭാവങ്ങൾ നിങ്ങൾ എവിടെ ലഗ്നം വരുന്നു അത് വെച്ച് നിങ്ങൾ തിരിച്ച് കണക്ക് കൂട്ടണം. 1-ാം ഭാവം കൊണ്ട് നമ്മളെ തന്നെ ചിന്തിക്കുന്നു. ലഗ്നം ദേഹം, 2 കൊണ്ട് ധനം, 3 കൊണ്ട് കുടുംബം, 4 കൊണ്ട് ഗൃഹം, വാഹനം. 5-ാം ഭാവം കൊണ്ട് സന്താനം, മനസ്സ്. 6-ാം ഭാവം കൊണ്ട് നിങ്ങൾക്ക് ശത്രു, രോഗം. 7-ാം ഭാവം കൊണ്ട് നിങ്ങളുടെ കളത്രസ്ഥാനം. 8-ാം ഭാവം കൊണ്ട് ആയുസ്സിൻ്റെ സ്ഥാനം. 9-ാം ഭാവം കൊണ്ട് ഭാഗ്യസ്ഥാനം. 10-ാം ഭാവം കൊണ്ട് തൊഴിൽ സ്ഥാനം. 11-ാം ഭാവം കൊണ്ട് നിങ്ങൾക്ക് ലാഭസ്ഥാനം. 12-ാം ഭാവം കൊണ്ട് നിങ്ങൾ നഷ്ടസ്ഥാനം. ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ലഗ്നം വരുന്നത് അതിനെ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ എണ്ണിയിട്ട് നിങ്ങളത് കണക്കൂട്ടി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരാളുടെ ഗ്രഹനിലയാണ് എന്ന് കരുതിയാൽ, ഈ ഇദ്ദേഹം എന്നോട് ചോദിക്കുവാണ്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷനോട് ചോദിക്കുവാണ്, എനിക്ക് കല്യാണം എപ്പം നടക്കും? അപ്പം നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കായിരിക്കും ജ്യോതിഷം നോക്കുന്നത്. അവിടെ ശുക്രൻ നിൽക്കുകയാണ്. ലഗ്നാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ നിങ്ങളുടെ കളത്രസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പം അഷ്ടമാധിപനായതുകൊണ്ടും 7-ാം ഭാവത്തിൽ ശുക്രൻ വന്നാലും ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് എന്ത് പറയുന്നു? നിങ്ങൾക്ക് മംഗല്യം കുറച്ച് താമസിക്കുമെന്നും 7-ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയായതുകൊണ്ടും നിങ്ങൾക്ക് സമാധാനമില്ലാത്ത അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്ത വഴക്കുള്ള ഒരു ദാമ്പത്യ ബന്ധമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അതും കൂടാതെ അത് വിവാഹം താമസിച്ചായിരിക്കും നടക്കുന്നത്. അഷ്ടമാധിപനും കൂടി 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ബന്ധം പിരിഞ്ഞു പോയിട്ട് വേറൊരു ബന്ധമായിരിക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നത് എന്ന് കൃത്യമായിട്ട് അങ്ങ് പറയാൻ പറ്റും. അപ്പം നിങ്ങളിത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആസ്പദമാക്കിയായിരിക്കും അടുത്ത വിവരം നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ലഗ്നം ഇവിടെ വന്നു. ലഗ്നത്തിൽ ഗുളികൻ വന്നു. ലഗ്നത്തിൽ ഗുളികൻ വന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് പലവിധത്തിലുള്ള മുറിവ്, ചതവുകൾ, ഓപ്പറേഷൻ, അപകടം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അടിക്കടി ദേഹത്ത് മുറിവുകൾ, പൊള്ളലുകൾ, ചതവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇയാളുടെ ലഗ്നം നോക്കിയിട്ട് ലഗ്നത്തിൽ ഗുളികനാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പറയുന്നു. അടുത്തതായിട്ട് എന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജ്യോത്സ്യനോട് ചോദിക്കുന്നു, എൻ്റെ ധനസ്ഥാനം എങ്ങനെയാണ്? എനിക്ക് ധനപരമായിട്ട് എപ്പോഴും പ്രശ്നമാണ് എന്നാണ് ഈ ജ്യോതിഷനോട് ചോദിക്കുന്നത്. നമ്മളപ്പോൾ 2-ാം ഭാവത്തിലേക്ക് വന്നു. ധനസ്ഥാനത്തേക്ക് ആരാ നിൽക്കുന്നത്? നീചനായിട്ടുള്ള ചന്ദ്രനാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അധിപൻ ആരാണ്? ചൊവ്വ ഇദ്ദേഹത്തിന് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതുവിനോടുകൂടി യോഗം ചേർന്ന് നിൽക്കുന്നു. അപ്പം ധനസ്ഥാനത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കർമാധിപനും കൂടിയാണ് ചന്ദ്രനായതുകൊണ്ട് ഇദ്ദേഹത്തിന് ചന്ദ്രൻ നീചഭാവത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും കയ്യിലിരിക്കുന്ന കാശുകളെല്ലാം നഷ്ടം വരാനും കേസ് വഴക്കുകളും അതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് വഴക്കുകളുണ്ടായി. ഇപ്പം നമ്മളൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ എത്ര ധനനഷ്ടം ഉണ്ടാവുന്നറിയാം. കേസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് പോക്ക് വരവ്, പിന്നെ കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെ ചിന്തിച്ച് വരുമ്പം നിങ്ങൾക്ക് എപ്പോഴും ധനപരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. നിങ്ങളുടെ കർമാധിപൻ ഉൾപ്പെടെ നീചത്തിലാണ് നിൽക്കുന്നത് എന്ന് ഈ ജാതകക്കാരനോട് പറയാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനം വളരെ വലിയ വിഷയമാണ്. അതിനെന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ, അതുപോലെ വിവാഹത്തിൻ്റെയും പരിഹാരം പറഞ്ഞുതരാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ, ചന്ദ്രൻ നീചഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചന്ദ്രനായതുകൊണ്ടും മാതൃകുടുംബ ദേവതാ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാകും. നിങ്ങളുടെ ധനാധിപൻ ചൊവ്വയായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ തന്നെ മംഗല്യ സംബന്ധമായിട്ടുള്ള തടസ്സം വിട്ടൊഴിഞ്ഞ് മാറാൻ ശുക്രനാണ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട്, ലഗ്നാധിപനായതുകൊണ്ടും നമ്മൾ പറയുന്നു ഇദ്ദേഹത്തിന് ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ദേവീക്ഷേത്രം
പോകുന്നത് പോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് മാസത്തിലൊരിക്കൽ നാരങ്ങാമാല എത്ര വയസ്സുണ്ടോ അത്രയും നാരങ്ങാമാല ചാർത്തിയാൽ മംഗല്യകാര്യം നടക്കും എന്ന് പറയുന്നു. അടുത്തായിട്ട് ഇദ്ദേഹം എന്നോട് പറയാം, എനിക്ക് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ല, ഓഹരി സംബന്ധമായിട്ട് സഹോദരന്മാരാരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, അവരെല്ലാം അന്യമായി എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്, കുടുംബത്തിൻ്റെ ഓഹരിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരെ 3-ാം ഭാവത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. അവിടുത്തെ അധിപൻ ആരാണ്? വ്യാഴം. ഇദ്ദേഹത്തിൻ്റെ വ്യാഴം 9-ാം ഭാവത്തിൽ ബുധനോടുകൂടി യോഗം ചേർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ശനി ഇങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ 3-ാം ഭാവാധിപൻ ഇങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും, യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട, നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുക തന്നെ ചെയ്യും. അതിൻ്റെ കാരണം അതിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ബുധൻ്റെ ദൃഷ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. 3-ാം ഭാവത്തിലുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട. ശനി അതിൻ്റെ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ 6-ാം ഭാവാധിപൻ്റെ ശനിയുടെ ദൃഷ്ടി ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ശനി ദോഷപരിഹാരമായിട്ട് നീരാഞ്ജന വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ശരിയാവും. അടുത്ത ഈ ലഗ്നക്കാരൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഗൃഹം, വാഹനം, ഒരു വീട് വെക്കാൻ പറ്റുമോ, വീട്, വസ്തു, വാഹനം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ 4-ാം ഭാവം ചിന്തിക്കുന്നു. 4-ാം ഭാവാധിപനായിട്ടുള്ളത് ശനിയാണെന്നും ശനി നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ 4-ാം ഭാവം മകരമാണ് ഈ ലഗ്നക്കാരൻ്റെ. ഇത് ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ജ്യോതിഷം പറയുന്നത് മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ 4-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഇദ്ദേഹം വീട് വെക്കാൻ ശ്രമിക്കുമ്പോഴോ വസ്തു വിൽക്കാൻ ശ്രമിക്കുമ്പോഴോ വസ്തു സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ഏതൊരു കാര്യത്തിന് ശ്രമിച്ചാലും അവിടെ ശനിയുടെ ദോഷം കാരണം ഇദ്ദേഹത്തിന് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം അതുകൊണ്ടുണ്ടാകുകയും ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം തടസ്സം വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം നമുക്ക് പ്രശ്നം നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് പരിഹാരം? ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശനി ദോഷം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരവും ഇദ്ദേഹത്തിൻ്റെ ദശാപഹാരകാലവും ചിന്തിച്ചുകൊണ്ടായിരിക്കും അതിന് മറുപടി പറയുന്നത്. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എനിക്കൊരു കാരണവശാലും മനസ്സിന് സമാധാനമില്ല, കുട്ടികളുണ്ടാകുന്നില്ല, അപ്പോൾ അതെന്താ വേണ്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സന്താന സ്ഥാനത്തേക്ക് വരുന്നു. 5-ാം ഭാവം. മനസ്സിന് സമാധാനമില്ല, 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മനഃശാന്തി കുറവ്, സർപ്പദോഷം ഉള്ളതുകൊണ്ടും ജനിച്ച സമയത്ത് രാഹുവിൻ്റെ സ്ഥിതി 5-ാം ഭാവത്തിലുള്ളതുകൊണ്ടും നിങ്ങൾ അതിൻ്റെ ഒരു, ഇത് മാത്രമല്ല നമ്മുടെ വഴിപാടുകളല്ലേ പരിഹാരം എന്ന് പറയുന്നത്, ഇതിൻ്റെ ദശാകാലം കൂടെ. ഇപ്പോൾ ഈ നക്ഷത്രക്കാരൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വയസ്സിൽ വരുന്ന ആളാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദശാപഹാരകാലം കൃത്യമായിട്ട് ഗണിച്ചിട്ടും കൂടെ ചേർത്തായിരിക്കും, പിന്നെ കവടി പ്രശ്നം വെച്ചിട്ടുമായിരിക്കും പരിഹാരം പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, അല്ലാതെ ജ്യോതിഷം പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ 5-ാം ഭാവത്തിൽ മനഃശാന്തി കുറവ്, അവിടെ രാഹു നിൽക്കുന്നത് കൊണ്ടാണ് അതിനുള്ള വിഷയം വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണ്, സ്ഥിരമായിട്ട് വാദ രോഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ 6-ാം ഭാവത്തിലേക്ക് വരുന്നു. അവിടെ ശനിയുടെ സ്ഥിതി ഉള്ളതുകൊണ്ട് ശത്രു രോഗം വരുന്നു. അടുത്തതായിട്ട് 7-ാം ഭാവത്തിലെ മംഗല്യകാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തതായിട്ട് എൻ്റെ ആയുസ്സിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ലാഭാധിപനാണ് നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത്, അഷ്ടമാധിപൻ 7-ൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ലഗ്നാധിപൻ തന്നെ അഷ്ടമാധിപനായിട്ട് വരുന്നത് കൊണ്ടും 11-ാം ഭാവാധിപൻ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ജാതകക്കാരനാണെന്നും, കൂടാതെ 9-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ആയുസ്സിന് കുഴപ്പമില്ല, ഗുണകരമായിട്ടാണ് കാണുന്നത് എന്ന് പറയാം. അഷ്ടമാധിപൻ 7-ാം ഭാവത്തിൽ നിൽക്കൊണ്ട് 70-80 വയസ്സ് വരെയൊക്കെയുള്ള ആയുസ്സുള്ള ഒരു മനുഷ്യനാണെന്നും കൂടി നമുക്ക് ജാതകക്കാരനെ കൊണ്ട് പറയാൻ പറ്റും, ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അടുത്തതായിട്ട് ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭാഗ്യസ്ഥാനം, ഇദ്ദേഹത്തിൻ്റെ ജാതകം ഇങ്ങനൊരു ലഗ്നക്കാരന് അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 2025 മെയ് ജൂൺ മാസത്തിലൊക്കെ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ജ്യോതിഷം നോക്കേണ്ടി വരത്തില്ല. കാരണം ഇവരുടെ ജാതകപ്രകാരം ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ബുധൻ്റെ സ്ഥിതിയും ഒരുപോലെ വന്നിരിക്കുന്നവരാണ് ഇന്നൊക്കെ ജനിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത്. അവർക്ക് ഭാഗ്യം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ആദിത്യ ബുധ വ്യാഴയോഗം കൂടെ വരാൻ പോവുകയാണ്. ആദിത്യയുടെ മഹാഭാഗ്യമാണ്. അപ്പം ആദിത്യ ബുധ യോഗം കൂടെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനം ചിന്തിക്കുമ്പോൾ അവിടെ വ്യാഴത്തിൻ്റെയും ബുധൻ്റെ സ്ഥിതിയുണ്ട്. ഭാഗ്യസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് അടുത്തായിട്ട് നമ്മുടെ തൊഴിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ലഗ്നക്കാരൻ്റെ ഒക്കെ തൊഴിൽ വലിയ പ്രശ്നത്തിലായിരിക്കും. ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു തൊഴിലിൽ ഉറച്ചു നിൽക്കാനൊക്കത്തില്ല, തൊഴിലിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ തൊഴിൽ കിട്ടത്തില്ല, തൊഴിൽ പ്രമോഷൻ കിട്ടത്തില്ല. നമുക്ക് എപ്പോഴും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം നേരിടും ഈ ഒരു ജാതകക്കാരൻ. ഇതൊരു വ്യക്തിയല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം നിങ്ങളുടെ കർമാധിപൻ ചന്ദ്രനാണ്, ചന്ദ്രൻ നീചത്തിലാണ് നിൽക്കുന്നത്. കർമ്മത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും ഒരു ബലം ദൃഷ്ടി അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനത്തിന് കുറച്ച് ദോഷങ്ങളുണ്ടെന്നും, കർമ്മദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വേണ്ടി മാതൃകുടുംബ ക്ഷേത്ര ദർശനം നടത്തുക, ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവതി സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ കൊടുക്കും. ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാവുന്നില്ല, ബിസിനസ്സിൽ ശത്രുക്കളുണ്ട് എന്ന് പറയുവാണെങ്കിൽ ഇദ്ദേഹത്തിന് ചൊവ്വയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേതുവിൻ്റെ സ്ഥിതിയും കൂടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള
ദുരിതങ്ങൾ പറയും. അതുപോലെ 12ാം ഭാവം കൊണ്ട് നഷ്ടം ചിന്തിക്കുക, നഷ്ടാധിപൻ 9ാം ഭാവത്തിലേക്ക്. അപ്പം ഭാഗ്യനഷ്ടം കൂടെ ചേർത്തുകൊണ്ട് വേണം ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം പറയാം. 12ാം ഭാവാധിപൻ ലഗ്നാൽ 9ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് ബുധൻ്റെ സ്വക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലുകൊണ്ടും അത്ര വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ 12ാം ഭാവം ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾ സിമ്പിളായിട്ട് ജാതകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു ലളിതമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ജ്യോതിഷം അറിയാത്തവരാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാഭാധിപൻ ആര്, നഷ്ടാധിപൻ ആര്, കർമാധിപൻ ആര് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സമയമെടുക്കും. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ജാതകപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അടുത്തതായിട്ട് നമുക്കുള്ള ഗ്രഹസ്ഥിതികളുടെ ഒരുപാട് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാനിരുന്നതാണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. നന്ദി, നമസ്കാരം.